പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾക്കൊടുവിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനൻ എന്ന പദവിയിൽ ശ്രീകോവിലിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു. ക്ഷണിക്കപ്പെട്ട 7000 പേർക്കായിരുന്നു ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. എങ്ങും രാമമന്ത്രം. പുതിയ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രി പ്രവേശിച്ചു. മുഖ്യ യജമാനായി നരേന്ദ്രമോദിയെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് സ്വീകരിച്ചു. ഇതോടെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത്. മണിക്ക് തുടങ്ങിയ വൈദിക ചടങ്ങുകൾ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ദേവചൈതന്യം രാംലല്ലയിലേക്ക് സന്നിവേശിപ്പിക്കുന്ന നിർണായക നിമിഷത്തിലെത്തി. 12:29 12:31 ഇടയിലുള്ള 84 സെക്കൻഡായിരുന്നു അഭിജിത്ത് മുഹൂർത്തം. മുഖ്യ യജമാനന്റെ അനുജ്ഞ വാങ്ങി വേദമന്ത്രോച്ചാരണങ്ങൾക്കിടെ രാംലല്ലയെ ചൈതന്യവത്താക്കി. ക്ഷേത്രത്തിൽ മംഗളവാദ്യങ്ങൾ മുഴങ്ങി. പ്രധാനമന്ത്രിയെ കൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത്, മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരും ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു. തുടർന്ന് മഹാ ആരതിയും നടന്നു. നേരത്തെ 50 കലാകാരന്മാരുടെ മംഗളവാദ്യമേളത്തോടെയാണ് 2 മണിക്കൂർ നീണ്ട ചടങ്ങുകൾ തുടങ്ങിയത്. പിന്നീട് പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തു. അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ രാംലല്ല മിഴി തുറന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനട ഭക്തർക്കായി തുറന്നുകൊടുത്തു. പ്രധാനമന്ത്രി മുഖ്യ യജമാനായി എന്ന പ്രത്യേകതയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുണ്ട്. അയോധ്യയിലെ റാംബത്തിൽ നിന്നും ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. രാമക്ഷേത്രം നിർമ്മിക്കാൻ കാലതാമസം ഉണ്ടായതിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രം ഉണ്ടായാൽ തിരുവുകൾ കത്തുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് പ്രാണപ്രതിഷ്ഠാ ദിനം എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ യുഗത്തിന്റെ പിറവിക്ക് തുടക്കമാണെന്നും ചടങ്ങിന് ശേഷം അതിഥികളെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. जब कुछ लोग कहते थे कि राम मंदिर बना तो आग लग जाएगी, ऐसे लोग भारत के सामाजिक भाव की पवित्रता को नहीं जान पाए. हम देख रहे हैं कि निर्माण किसी आग को नहीं बल्कि ऊर्जा को जन्म दे रहा है. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന്റെയും തപസ്സിന്റെയും യത്നങ്ങളുടെയും ഫലമാണ് രാമക്ഷേത്രം. രാമക്ഷേത്ര പുനഃസ്ഥാപനം കാലങ്ങളോളം വൈകിയെങ്കിലും രാമൻ എല്ലാവരോടും പൊറുക്കും. രാമൻ സംഘർഷമല്ല, സമാധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. राम आग नहीं है, राम ऊर्जा है. राम विवाद नहीं, राम समाधान है. പിറന്നത് പുതിയ യുഗമാണെന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് അവകാശപ്പെട്ടു. വിഭാഗങ്ങൾക്കുപരി രാജ്യത്തിനാകെ സന്തോഷം പുതിയ രാമക്ഷേത്രം പകരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. 4000-ഓളം സന്യാസിവര്യന്മാർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അംബാനി, PT ഉഷ, അനിൽ കുംബ്ലെ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നും സ്പർശിക്കാതെയാണ് പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്തത്. എന്നാൽ പരോക്ഷമായി നടത്തിയ പ്രസ്താവനകൾ 2024 രാഷ്ട്രീയ അജണ്ട എന്താണെന്നത് വ്യക്തമാക്കുന്നതായി. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24. നാളെ മുതലാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് ദർശനാനുമതിയുള്ളത്. ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിച്ചു. അയോധ്യയിൽ നിന്ന് R രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നാളെ മുതലാണ് ദർശനം ആരംഭിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള 5 യജമാനന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യ യജമാനായി പങ്കെടുത്തത്. ഈ ക്ഷേത്രത്തിലെ ഈ സാധാരണ ദിവസത്തിലുള്ള പൂജകൾ അത് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. बहुत सुंदर लग रहा है. 500 साल बरस बाद ये दिन आया है. राम जी अपने
टेंट से निकल के अपने राजभवन में पहुंचे हैं। कैसे है रामलला, कैसे है? रामलला बहुत सुंदर, मनमोहित, देख के लग रहा था कि उनको गोद में खिला लें अपने राम जी को। इतना सुंदर भव्य दिव्य मंदिर सजा है। തീർച്ചയായിട്ടും ഈ ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്ന ഇപ്പോൾ ദർശനം പൂർത്തിയാക്കിയ എല്ലാവരും എടുത്തു പറയുന്ന ഒന്ന് രാംലല്ലയുടെ പ്രത്യേകതയാണ്. നാളെ മുതൽ 2 പതിറ്റാണ്ടായിട്ട് ഈ താൽക്കാലിക ക്ഷേത്രത്തിന്റെ നിയന്ത്രണങ്ങൾ നിർവഹിച്ചു വന്നിരുന്നത് CRPF ആണെങ്കിൽ നാളെ മുതൽ അത് മാറുകയാണ്. പുതിയ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം നിരീക്ഷണത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് പോകുന്നു. ഈ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എങ്കിലും അടുത്ത ഏതാനും ആഴ്ചകൾ കൂടി CRPF ഇവിടെ തുടരും. അങ്ങനെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, അത്യാധുനികമായിട്ടുള്ള ക്യാമറ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അയോധ്യയിലെ പുതിയ ശ്രീരാമക്ഷേത്രം അങ്ങനെ ദർശന സജ്ജമായിരിക്കുകയാണ്. 3 നിലകളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ 2 നിലകളാണ് ഇപ്പോൾ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. 3ാമത്തെ നില ജൂലൈ മാസത്തിൽ 2024 ജൂലൈ മാസത്തിൽ പൂർത്തീകരിക്കുന്നതോടെ ക്ഷേത്രത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാകും എന്നുള്ളതാണ് ട്രസ്റ്റ് അവകാശപ്പെടുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീരാമക്ഷേത്രത്തിൽ നാളെ രാവിലെ മുതൽ തന്നെ ദർശനം ആരംഭിക്കും. ആയിരക്കണക്കിന് ആളുകൾ അയോധ്യ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങുന്നവർ രാവിലെ മുതൽ തന്നെ ഈ ദർശനത്തിനായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരും. ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 1 കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം താനെടുക്കുന്ന ആദ്യ തീരുമാനം എന്ന പേരിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി പ്രഖ്യാപിച്ചത്. സാധാരണക്കാരുടെ വൈദ്യുതി ബിൽ കുറയ്ക്കാനും ഊർജ്ജ മേഖലയിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിന് എത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂ എന്ന് പോലീസ് അറിയിച്ചതോടെ നേതാക്കൾ പ്രതിഷേധിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. ഭട്ടദ്രവ സത്രം സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും ഏറെ അകലെ വെച്ച് തന്നെ അസം പോലീസ് തടഞ്ഞു. വിശ്വാസികളുടെ തിരക്ക് കണക്കിലെടുത്ത് രാഹുലിന് 3 മണിക്ക് ശേഷമേ സന്ദർശനാനുമതി നൽകൂ എന്ന് അധികൃതർ അറിയിച്ചതായി പോലീസ് വിശദീകരിച്ചു. സ്ഥലം MP-യായ ഗൗരവ് ഗൊഗോയ്ക്ക് മാത്രം പ്രവേശനം അനുവദിക്കാമെന്ന് പോലീസ്. തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. എന്ത് തെറ്റിന്റെ പേരിലാണ് തന്നെ തടഞ്ഞതെന്ന് രാഹുൽ ചോദിച്ചു. രാഹുൽ അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഹുലിനെ തടഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മോഡി തീരുമാനിക്കുന്ന ആൾ മാത്രം അമ്പലത്തിൽ പോയാൽ മതി, അവർ മാത്രം പൂജ നടത്തിയാൽ മതി, അവർ മാത്രം ദൈവനെ തൊഴുതാൽ മതി. ഇത് ദൈവത്തിന്റെ മുട്ടം കുത്താവകാശം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗൗരവ് ഗൊഗോയ് ദർശനം നടത്തി പ്രസാദവുമായി എത്തിയതോടെ മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ യാത്രയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ തീരുമാനിച്ചു. ജോരാബത്ത് അതിർത്തി വഴി ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. നാളെ അസമിൽ തിരിച്ചെത്തുന്ന യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കാൻ ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. 24 ഡൽഹി. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് കോൺഗ്രസ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം DCCയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. DCC അധ്യക്ഷൻ പാലോട് രവി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഭവന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. രാജ്ഭവന് തൊട്ടുമുൻപിൽ പോലീസ് തടഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് DCC അറിയിച്ചു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ബദൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ശോഭായാത്ര നടത്തി. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർവമത റാലി സംഘടിപ്പിച്ചു. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന വിമർശനത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ചത്. രാമനെയോ രാമക്ഷേത്രത്തെയോ എതിർക്കുന്നില്ലെന്ന് ആവർത്തിച്ച പാർട്ടികൾ നിലപാട് വ്യക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആം ആദ്മിയുടെ ശോഭായാത്രയ്ക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകി. ഐക്യസന്ദേശം മുൻനിർത്തിയാണ് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സർവമത റാലി നടത്തിയത്. കാളിക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ വിവിധ മതവിഭാഗങ്ങളിലെ പുരോഹിതർ പങ്കെടുത്തു. BJP സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്നും അതുകൊണ്ടാണ്
സീതാദേവിയെക്കുറിച്ച് പരാമർശിക്കാത്തതെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി വിമർശിച്ചു. രാമനെ ആരാധിക്കുന്നതിനോട് താൻ എതിരല്ല, എന്നാൽ അതിന്റെ പേരിൽ മറ്റൊരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്നും മമത. তোমরা সীতাদেবীর নামটা তো একবারও বলো না, তার মানে কি অ্যান্টি উইমেন? আরও অ্যান্টি উইমেন। সীতা না থাকলে রাম হয় না, আর কৌশল্যা দেবী না থাকলে, মা না থাকলে রামের জন্ম হয় না. മഹാരാഷ്ട്ര നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ ഉദ്ധവ് താക്കറെയുടെ പ്രാർത്ഥനയും മഹാ ആരതിയും നടന്നു. CPIM-ഉം CPI-യും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കേന്ദ്ര സർക്കാർ പരിപാടിയാക്കി മാറ്റിയതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറുക്കുവഴികളാണ് സംഘപരിവാർ തേടുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ല. ഒരു മതത്തിന്റെ മാത്രം ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷതയോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. As those who have pledged to preserve and protect our constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sectional diversities. രാമൻ സഹിഷ്ണുതയെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മോദി ഒരുമയുടെ വെളിച്ചം കെടുത്തിയ കുറ്റവാളിയെന്നും വിമർശനം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്ന സംഘപരിവാറിന് ദിശാബോധമുള്ള രാഷ്ട്രീയം പറയാനില്ലെന്നും കുറുക്കുവഴികൾ മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നടന്നു. കോഴിക്കോട് NIT-യിൽ അയോധ്യ വിരുദ്ധ പോസ്റ്ററിനെ ചൊല്ലി വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് NSS ആസ്ഥാനത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആളുകളെ തമ്മിലടിപ്പിച്ച് വോട്ട് നേടുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കം. രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന്റെ തുടക്കമാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയാണെന്നും ഉമർ ഫൈസി മുക്കം വിമർശിച്ചു. ഇവിടെ രാജ്യഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന തന്ത്രം ഒന്നതാണ്, തമ്മിലടിപ്പിക്കുക. ആ ഭാഗത്തിൻ്റെ ആളുകളായി അവിടെ വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. അതെന്ത് അനീതിയായാലും വേണ്ടില്ല, മനുഷ്യ മൂല്യങ്ങൾക്കൊക്കെ എതിരായാലും വേണ്ടില്ല എന്ന നിലയ്ക്കുള്ള പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സീറോ മലബാർ സഭ അധ്യക്ഷനൊരുക്കിയ സ്വീകരണ വേദിയിൽ യുവാക്കളുടെ വിദേശ കുടിയേറ്റത്തെ ചൊല്ലി വാദപ്രതിവാദം. യുവാക്കൾ നാടുവിടുന്നത് തടയാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. അതേ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. യുവാക്കൾ കേരളം വിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന തോന്നലാണ് യുവാക്കൾക്ക്. ഇത് സീറോ മലബാർ സഭയുടെ മാത്രം പ്രശ്നമല്ല, യുവജനങ്ങളുടെ മൊത്തത്തിലുള്ള ആശങ്കയെന്നും ജോസഫ് പെരുന്തോട്ടം. ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന ജോസഫ് പെരുന്തോട്ടത്തിന്റെ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിന്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? സിറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെ കുറിച്ച് പരാതി ഉണ്ടാകാനിടയില്ലെന്നും പ്രശ്നങ്ങളുണ്ടായപ്പോൾ സർക്കാർ നിഷ്പക്ഷമായി ഇടപെട്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പിന്നാലെ ജോസഫ് പെരുന്തോട്ടത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയിൽ. ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. ഭരണകൂടവും അതിന്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്വമുണ്ട്.
വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ കാണാതെ പോകരുതെന്ന് മന്ത്രി VN വാസവന്റെ മറുപടി. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മികവിന്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളെയും കോളേജുകളെയും മാറ്റണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രതികരിച്ചു. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് തലസ്ഥാനത്തൊരുക്കിയ സ്വീകരണത്തിൽ സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ സർവീസ് സംഘടനകൾ മറ്റന്നാൾ നടത്താനിരിക്കുന്ന പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കാർ പണിമുടക്ക് ദിവസം അവധി അനുവദിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ജോലിക്കെത്തിയില്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെടും. 18% DA അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്ക്. കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S. അനീഷ്യ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെക്കുറിച്ച് പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. മേലുദ്യോഗസ്ഥൻ അപമാനിച്ചെന്നും ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും S. അനീഷ്യ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. ജോലി സമ്മർദ്ദം കാരണമാണ് S. അനീഷ്യ ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്നെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാനും എനിക്ക് അത്രയും അപമാനിച്ച് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പോലും തോന്നുന്ന അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം. ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അനീഷ്യ സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇത്. കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടെന്നും പ്രകടനം വിലയിരുത്തുന്ന കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി മേലുദ്യോഗസ്ഥൻ അപമാനിച്ചെന്നും അനീഷ്യ പറയുന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടായി. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരുത്തന് കോടതി വരാതിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഇട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അപമാനിച്ച്. ജോലി ചെയ്യാത്ത സഹപ്രവർത്തകരെ മേലുദ്യോഗസ്ഥൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. തന്നെ മാത്രം നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും അനീഷയുടെ ശബ്ദ സന്ദേശം. അനീഷയുടെ ഡയറിയും കൂടുതൽ ഓഡിയോ സന്ദേശങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ജോലിസ്ഥലത്തെ മാനസിക സമ്മർദ്ദം അനീഷയെ തളർത്തിയിരുന്നുവെന്ന് സഹോദരൻ അനൂപും ആരോപിക്കുന്നു. 9 വർഷമായി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോലി ചെയ്യുകയായിരുന്നു അനീഷ്യ. നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. മാവേലിക്കര കോടതിയിലെ ജഡ്ജി അജിത് കുമാറാണ് അനീഷയുടെ ഭർത്താവ്. 24 കൊല്ലം. കേന്ദ്രത്തിന് എതിരെ LDF ഡൽഹിയിൽ നടത്താനിരിക്കുന്ന പ്രതിഷേധ ജാഥയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് ക്ഷണം. മന്ത്രി P. രാജീവ് ചെന്നൈയിൽ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണക്കത്ത് MK സ്റ്റാലിന് കൈമാറിയത്. കേന്ദ്ര നയങ്ങളെ യോജിച്ച് എതിർക്കേണ്ടത് അനിവാര്യമാണെന്ന് MK സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 8 ഡൽഹി കേരള ഹൌസിൽ നിന്ന് ജന്തർ മന്ദറിലേക്കാണ് പ്രതിഷേധ ജാഥ. നിയമസഭയിൽ വായിക്കേണ്ട നയപ്രഖ്യാപനത്തിന് ഗവർണറുടെ അംഗീകാരം. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച കരട് പ്രസംഗത്തിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാരിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമുണ്ടെങ്കിലും ഗവർണർക്കെതിരെ പരാമർശങ്ങൾ ഇല്ലെന്നാണ് സൂചന. നയപ്രഖ്യാപനത്തിലെ ഏതെങ്കിലും ഭാഗം ഗവർണർ നിയമസഭയിൽ വായിക്കാതെ വിടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കരുവന്നൂർ കേസിലെ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണ്. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. പാവപ്പെട്ട ജനങ്ങൾ ജീവിതാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഈ പണം നഷ്ടമാകുമ്പോൾ സംഘങ്ങളിൽ അവർക്ക് വിശ്വാസം നഷ്ടമാകുന്നു. ഇതാണ് സഹകരണ സംഘങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗതാഗത മന്ത്രിക്ക് കടുത്ത അതൃപ്തി. മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന പ്രസ്താവനയാണ് മന്ത്രി KB ഗണേഷ് കുമാറിന് തലവേദനയായത്. KSRTC വാർഷിക റിപ്പോർട്ടിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ ഇലക്ട്രിക് ബസ് വഴി 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന കണക്ക് ഇന്നലെ പുറത്തുവന്നു. അതിനിടെയാണ് ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. CMD ബിജു പ്രഭാകർ സിഡ്നിയിൽ പോയതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കർ മന്ത്രിക്ക് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. തനിക്ക് കിട്ടും മുൻപേ മാധ്യമങ്ങൾ കണക്ക് വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. പിന്നാലെ വിശദീകരണവും തേടി. വിഷയത്തിൽ CPM ഇടപെട്ടതിനു ശേഷം മന്ത്രി പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമേ മന്ത്രി ഇനി പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. 24 തിരുവനന്തപുരം.
തൃശൂരിന് പിന്നാലെ പാലക്കാടും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്തുമായി കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട് ഒലവക്കോട് റെയിൽവേ കോളനിയിലാണ് VK ശ്രീകണ്ഠൻ MPക്ക് വോട്ട് തേടി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. തന്റെ അറിവോടെയല്ല ചുവരെഴുത്തെന്ന് VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് ഇതിനിടെ INTUC രംഗത്തെത്തി. തൃശൂരിൽ TN പ്രതാപന് വേണ്ടി ഒരു വിഭാഗം പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പാലക്കാടും സമാന സംഭവം. പാലക്കാട് ഒലവക്കോട് റെയിൽവേ കോളനിയിലാണ് പുതുപ്പരിയാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുവരെഴുതിയത്. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തിയും വരച്ചു ചേർത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങും മുൻപേ ചുവരെഴുതിയത് കോൺഗ്രസിനുള്ളിൽ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. ചുവരെഴുത്ത് തന്റെ അറിവോടെയല്ലെന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ട് INTUC രംഗത്തെത്തി. ആലപ്പുഴയിൽ പരിഗണിക്കണമെന്നാണ് ആവശ്യം. തൊഴിലാളികളുടെ വോട്ട് ലഭിച്ചാലേ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂവെന്ന് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ പരിഗണന നൽകുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കാണെന്നും R ചന്ദ്രശേഖരൻ. INTUCക്ക് അർഹമായ പരിഗണന നിർബന്ധമായി കിട്ടണം എന്ന് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ആരുടെയും ഒരു സൗജന്യം കൊണ്ടല്ല, നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അവരുടെ ഏറ്റവും പ്രമുഖമായ പരിഗണന കൊടുക്കുന്നത് അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് അങ്ങനെ മാറി ചിന്തിച്ചേ മതിയാവൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരസ്യ പ്രതികരണങ്ങൾക്കും സ്ഥാനാർത്ഥി ചർച്ചകൾക്കും വിലക്ക് നിലനിൽക്കെയാണ് ചുവരെഴുത്തുകളും സീറ്റ് ആവശ്യങ്ങളും. 24 പാലക്കാട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാന ഇറങ്ങി. കബാലി എന്നറിയപ്പെടുന്ന ആനയാണ് പത്തടിപ്പാലത്തിനും ചന്തൻതോടിനുമിടയിൽ 1 മണിക്കൂറോളം നിലയുറപ്പിച്ചത്. മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്കുള്ള KSRTC ബസിന് മുന്നിൽ ആയിരുന്നു ആന. 3 മാസത്തിന് ശേഷമാണ് കബാലി കാടിറങ്ങിയത്. വയനാട്ടിൽ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളുടെ വിഹാരം. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപവും തോണിച്ചാലിലും കരടിയിറങ്ങി. പുലുപ്പള്ളി മേഖലയിൽ ഇന്നലെയും കടുവാ സാന്നിധ്യമുണ്ടായി. പയ്യമ്പള്ളിയിലും ചേകാടിയിലും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രിയിലും ഇന്നുമാണ് മാനന്തവാടി വള്ളിയൂർക്കാവ് തോണിച്ചാൽ മേഖലയിൽ കരടിയുടെ സാന്നിധ്യമുണ്ടായത്. പ്രദേശത്തെ പല CCTV ക്യാമറകളിലും കരടിയുടെ ദൃശ്യങ്ങൾ കുടുങ്ങി. തെരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. നാരായണ മാഷ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലക്ഷ്മണനട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർ വിളിച്ചു പറയുകയാണ് ഇങ്ങനെ കരടി ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന അടിസ്ഥാനം ഞങ്ങൾ 4 ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ കരടിയെ കണ്ടു. കരടി നേരെ ബുള്ളറ്റ് പ്രദീപൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് നേരെ അഭിജിത്ത് എന്ന് പറയുന്ന ആളെ വീട്ടിലേക്ക് ഇറങ്ങി അതിലെ വയലിലേക്ക് ചാടുകയാണ് ചെയ്തത്. ചേകാടിയിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. പുൽപ്പള്ളിയിൽ നിന്നും ചേകാടിക്ക് പോകുന്ന വഴിയിൽ 2ാം ഗേറ്റിന് സമീപം രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. യാത്രക്കാർ ബൈക്കിൽ നിന്ന് വീണു. പിറകെ വന്ന യാത്രക്കാർ നിർത്താതെ ഹോണടിച്ചതോടെയാണ് കാട്ടാന പിന്മാറിയത്. വയനാട് മാനന്തവാടിയിൽ പയ്യമ്പള്ളിയിൽ കർഷകന്റെ നെല്ല് കാട്ടാന തിന്നു. 30 ചാക്ക് നെല്ല് നശിപ്പിച്ചു. പുൽപ്പള്ളി ചെറ്റപ്പാലത്തും സുരഭി റോഡിലും ഇന്നലെ കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. മേഖലയിൽ ഒരാഴ്ചയോളമായി കടുവയുടെ സാന്നിധ്യമുണ്ട്. 24 വയനാട്. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ വീതം ഈടാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിന് എതിരെ KSU. നാളെയും മറ്റന്നാളുമായി മുഴുവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചു. പ്രതീകാത്മക ഭിക്ഷാടന സമരം ഉൾപ്പെടെ നടത്താനാണ് KSUവിന്റെ തീരുമാനം. തുടർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ച എറണാകുളം മഹാരാജാസ് കോളേജിൽ കർശന നിയന്ത്രണത്തിന് നിർദ്ദേശം. വൈകിട്ട് 6 മണിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ തുടരാൻ കഴിയില്ല. പ്രിൻസിപ്പലിന്റെ പ്രത്യേക അനുമതിയുള്ളവർക്ക് 6 മണിക്ക് ശേഷം ക്യാമ്പസിൽ തുടരാം. സെക്യൂരിറ്റി സംവിധാനവും വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡും കർശനമാക്കി. PTA ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. സമാധാന അന്തരീക്ഷത്തിൽ ക്യാമ്പസ് തുറക്കാൻ നാളെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. മുസ്ലിം ലീഗ് സമസ്തയെ തകർക്കുന്നു എന്ന മന്ത്രി V അബ്ദുറഹ്മാന്റെ പരാമർശത്തിന് എതിരെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ലീഗിന് അങ്ങനെയൊരു ചിന്തയില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മുഈൻ അലി തങ്ങൾക്ക് മാത്രമല്ല ആർക്കെതിരെയും ഭീഷണി ഉയർത്താൻ പാടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി നേട്ടം കൊയ്യാനാണ് CPIM ശ്രമം. ഇതിന്റെ തുടർച്ചയായിരുന്നു ലീഗ് സമസ്തയെ തകർക്കുകയാണെന്ന മന്ത്രി V അബ്ദുൾ റഹ്മാന്റെ പരാമർശം. എന്നാൽ സമസ്തയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും
മുസ്ലിം ലീഗിന് അത്തരമൊരു ചിന്തയില്ലെന്നും സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല. സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസമില്ല. സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല, ആർക്കും പറ്റില്ല. മുയ്യിനലി തങ്ങൾക്ക് നേരെയുള്ള ഭീഷണി സന്ദേശത്തിൽ സമസ്തയുടെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. കൈവെട്ടൊന്നും പറഞ്ഞതാവില്ല, അത് ചില ആവേശം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും പ്രസംഗത്തിന്റെ ആവേശത്തിൽ സംഭവിച്ച അബദ്ധമാകാമെന്നുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിശദീകരണം. 24 മലപ്പുറം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൈവെട്ട് കേസിലെ അന്വേഷണത്തിനായി NIA സംഘം കാസർഗോഡ് മഞ്ചേശ്വരത്ത്. മുഖ്യപ്രതി സവാദിന്റെ ഭാര്യയുടെ വീട്ടിലും സവാദിന്റെ വിവാഹം നടന്ന പള്ളിയിലും തെളിവെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ സവാദിന്റെ ബന്ധുക്കൾക്കും പള്ളി ഭാരവാഹികൾക്കും നോട്ടീസ്. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷാവിധി മാറ്റി. പ്രതികളുടെ മാനസികാരോഗ്യ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശം. ശിക്ഷ വിധിക്കുക പ്രതികളുടെ അപേക്ഷ കേട്ട ശേഷം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇത് 4ാം തവണയാണ് TM തോമസ് ഐസക് ED നോട്ടീസ് അവഗണിക്കുന്നത്. EDയുടെ പുതിയ സമൻസിനെ കോടതിയിൽ നേരിടുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഇലന്തൂർ ഇരട്ട നരബലി കേസ് പ്രതി ലൈലയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 3ാം പ്രതിയായ ലൈല 1 വർഷമായി ജയിലിലാണ്. മൂന്നാറിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് വിനോദസഞ്ചാരി മരിച്ചു. എറണാകുളം തമ്മനം സ്വദേശി വിപിൻ ജയകൃഷ്ണനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന മുല്ലപ്പറമ്പിൽ ആന്റണി അനൂപിന് പരുക്കേറ്റു. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച ആശാ ശരത്തിന് നാട് കണ്ണീരോടെ വിട നൽകി. പഴവീട്ടിലെ ഭർതൃഗൃഹത്തിലായിരുന്നു സംസ്കാരം. ആശയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് ബന്ധുക്കൾ ആശയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ആലപ്പുഴ പഴവീട്ടിലെ വീട്ടിൽ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. 3:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോടും ആരോഗ്യമന്ത്രിയോടുമാണ്. കാരണം വെച്ചാൽ നമ്മൾ കേരളം നമ്പർ 1 എന്ന് ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ പരസ്യം ഇട്ടുകൊണ്ടായില്ല. നമുക്കൊരു ലാപ്ട്രോസ്കോപ്പി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാൻ മേലാത്ത കേരളമാണ് ഗവൺമെന്റാണ്. ഇത് ആലപ്പുഴയിലെ വലിയൊരു മെഡിക്കൽ കോളേജാണ്. ഇവിടെ ഫസ്റ്റ് ബോഡി വന്നപ്പം മരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും വിളിച്ചറിയിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലൈവാന്ന് പറയുന്നു. ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെയാണ് 31 വയസ്സുള്ള ആശയുടെ ആരോഗ്യനില മോശമായത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. വിദഗ്ധരുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. 24 ആലപ്പുഴ. തൃശൂർ ചാലക്കുടി കൊരട്ടിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. മുരിങ്ങൂർ സ്വദേശി ഷീജയാണ് കൊല്ലപ്പെട്ടത്. അക്രമം തടയാൻ ശ്രമിച്ച 2 മക്കൾക്കും വെട്ടേറ്റു. കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പിന്നിലെ ട്രാക്കിലാണ് ഭർത്താവ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊരട്ടി ഗന്ന നഗറിലെ വീട്ടിൽ രാവിലെ 6ഓടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. ബിനുവിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. ആക്രമണം തടയുന്നതിനിടെ പരിക്കേറ്റ 11ഉം 5ഉം വയസ്സുള്ള മക്കൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സമീപവാസികൾ വിവരമറിഞ്ഞത്. കുഴിപ്പള്ളി ബിനു അവരുടെ ഭാര്യയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി. ഒപ്പം 2 കുട്ടികൾക്കും ഉറക്കത്തിൽ വെട്ടേറ്റു. ആ 2 കുഞ്ഞുങ്ങളും രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ കൂടിയിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വെളുപ്പാങ്കാലത്ത് 6 മണിയോടുകൂടി ഓടി ചെല്ലുകയായിരുന്നു വെട്ടേറ്റ്. പരിക്ക് ഗുരുതരമായതിനാൽ മൂത്ത മകൻ അഭിനവിനെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി. മകൾ അനുഗ്രഹിയും ചികിത്സയിലാണ്. കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ ബിനുവിനായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. കൊരട്ടി പോലീസ് അന്വേഷണം തുടങ്ങി. 24 തൃശൂർ. ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ സൂപ്പർ താരം വിരാട് കോഹ്ലി കളിക്കില്ല. പിന്മാറ്റം വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് എന്ന് വിശദീകരണം. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം വ്യാഴാഴ്ച ഹൈദരാബാദിൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ദയനീയ തോൽവി. മുംബൈയോട് പരാജയപ്പെട്ടത് 232 റൺസിന്. കേരളത്തിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തത് 5 വിക്കറ്റ് എടുത്ത ഷംസ് മുലാനി. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ആശ്വാസ ജയം തേടി ഇന്ത്യ നാളെ ഇറങ്ങും. എതിരാളി സിറിയ. പോരാട്ടം വൈകിട്ട് 5-ന് അൽബേ സ്റ്റേഡിയത്തിൽ. മലയാളി താരം സഹൽ അബ്ദുൽ സമദ് കളിക്കും.
ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസിൽ ബൊപ്പണ്ണ എബ്ഡെയിൻ സഖ്യം ക്വാർട്ടറിൽ മുന്നേറ്റം. പ്രീ ക്വാർട്ടറിൽ വെസ്ലി മെക്റ്റിക് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.